ഹലോ, ഇത് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ഓണമല്ലേ. അപ്പോൾ ഈ ഓണത്തിന് നമുക്ക് കുറച്ച് ട്രഡീഷണൽ ആവുകയും വേണം, എന്നാൽ സാരി ഇട്ട് വേണ്ടാൻ താനും എന്നുള്ളൊരു ടൈമിൽ നമുക്ക് ഉടുക്കാൻ പറ്റിയ ഒരു 3 ഔട്ട്ഫിറ്റ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പോയാലോ. ഇത് മിനിമലായിട്ട് ഉള്ളൊരു മേക്കപ്പിലും എന്നാൽ കുറച്ച് ട്രഡീഷണലായിട്ടുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഇതാണ് ഫസ്റ്റ് ലുക്ക്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മിനിമൽ മേക്കപ്പും, കൂടുതൽ മേക്കപ്പ് ഐറ്റംസ് ഒന്നുമില്ല കേട്ടോ. നമുക്ക് ഒരു NYBൻ്റെ 3-in-1 ക്രീമും, അതേപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഫേസസ് കാനഡേൻ്റെ ഒരു 3-in-1 ഇത് ഫൗണ്ടേഷനുമാണ് കേട്ടോ. സോ ഇതിനകത്ത് തന്നെ ഓൾമോസ്റ്റ് എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ഹെവി മേക്കപ്പ് ലുക്കും കിട്ടും, എന്നാൽ ഒരു മിനിമൽ പ്രോഡക്ട്സ് മാത്രമേ ഉള്ളൂ എന്തായാലും. ഓക്കെ, നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് NYBൻ്റെ സ്റ്റോക്ക് ക്രീം തന്നെ ഒരു ഹൈലൈറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് നോസിൻ്റെ മുകളിലും ചീക്സിലും ആക്കിയിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ലിപ്സ്റ്റിക്ക് എൻ്റെ ഫേവറേറ്റ് മാമാ എർത്തിൻ്റെ ഷെയ്ഡ് 1 ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അത് എത്രയൊക്കെ ലിപ്സ്റ്റിക്ക് പോയി നോക്കിക്കഴിഞ്ഞാലും അവസാനം ഞാൻ ഈ ഷെയ്ഡിൽ തന്നെ എത്തും. എനിക്കറിയില്ല എന്താന്ന്, പക്ഷേ ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി നമുക്കൊരു കമ്മലും മാലയും കൂടെ സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ്. ഞാൻ 2 എടുത്തിട്ടുണ്ട്, പക്ഷെ എനിക്കിതിൽ കുറച്ചൊരു ലുക്ക് തോന്നുന്നത് നമുക്ക് 2 ഇട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം അല്ലേ. അതിനിടയിൽ ഒരു പൊട്ട് കുത്താം. ഓക്കേ, അത് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് നമ്മുടെ കമ്മൽ സെറ്റാക്കാം. ഇത് കൊള്ളാല്ലേ. ഇതാണോ നല്ലത്? എനിക്കിഷ്ടം ഇതാട്ടോ. അപ്പോൾ നമുക്കിത് ഫൈനലൈസ് ചെയ്യാം. അങ്ങനെ ഇതിനെ മാച്ച് ചെയ്ത് ഒരു ചെയിനും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയറും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലുക്ക് കംപ്ലീറ്റായി. നമുക്ക് ഈ ധാവണി തന്നെ 3 രീതിക്കാക്കാം കേട്ടോ. ഒന്ന് ഈ ഒരു ലുക്കിൽ വിത്തൗട്ട് ഷോള് നിങ്ങൾ ഓക്കെ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം. അതല്ല ഇനി നമുക്കൊരു ഷോള് ധാവണി കമ്പൽസറി ആണ് എന്നുണ്ടെച്ചാൽ നമുക്ക് ഈ ഷോള് തന്നെ 2 ലുക്കിലിടാം. ഒന്ന് ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ നമുക്ക് മടക്കിയിട്ട് ഇതൊരു സിംഗിൾ സൈഡാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഇടാം. അതല്ലെങ്കിൽ നമ്മുടെ നോർമൽ നമ്മൾ ഉടുക്കുന്ന സാരി ലുക്ക് അല്ലെങ്കിൽ ധാവണി ലുക്ക് എന്ന് പറയാം. അതിൽ തന്നെ നമുക്ക് ധാവണീൻ്റെ ഒരു സൈഡ് പാവാടയുടെ ഒരു സൈഡിലേക്ക് പിൻ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റും. ഇതും വേറൊരു ലുക്കാണ്. ഇതിലെനിക്ക് ഹെയർ സ്റ്റൈൽ മാത്രം അങ്ങോട്ടൊരു തൃപ്തിയാവാഞ്ഞത് കാരണം ഞാൻ പോണിറ്റെയിൽ കിട്ടുന്ന പോലെ എല്ലാം കൂടെ കൂട്ടി പുറകിലോട്ട് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എന്താ അറിയില്ല, എനിക്കതിലാണ് ഒരു കംഫർട്ട് തോന്നുന്നത്. അപ്പം അങ്ങനെ ചെയ്തു, അത്രേ ഉള്ളൂ. ഇനി ഇതാണ് ഒരു ലുക്ക്. ഇനി അടുത്തത് സെയിം, നമുക്ക് കളർ ചേഞ്ചാണ്, വേറൊരു ധാവണി ലുക്ക്. ഇതും നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ വേറൊരു ലുക്ക്. സെയിം ഓർണമെൻറ്റ്സ്, സെയിം
മേക്കപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ലുക്ക്. ഇത് നമ്മുടെ ഓണത്തിൻ്റെ ട്രഡീഷണൽ ലുക്ക്. നമ്മൾ സെറ്റ് സാരി അല്ലെങ്കിൽ സെറ്റ് മുണ്ടിൻ്റെ അതേപോലെ പ്യുവർ വൈറ്റിൽ കുഞ്ഞു കുഞ്ഞു ബൂട്ട വർക്കുള്ള ഒരു പാവാടയും അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ധാവണിയും ബ്ലൗസും. ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് 2 രീതിക്ക് സെറ്റ് ചെയ്യാം. സിംഗിൾ സൈഡിൽ ഇതെടുത്ത് സെറ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെയും, അതല്ലാതെ ഇങ്ങനെ ധാവണി ടൈപ്പ് കൊടുക്കുന്നവർക്ക് അങ്ങനെയും സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ 3 ഓണം ഔട്ട്ഫിറ്റ്. അപ്പം ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ഓണം.